കബൂൽ ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതിന്റെ സവാബ് ഞങ്ങൾ മരിച്ചുപോയവരുടെ ഹളറത്തിലേക്ക് ഇനി എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അവരെ ഞങ്ങളെ അവ്വലിങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ഇനി നോക്കിയാണ് നിങ്ങള്, അതായത് സുജൂദുമായി ബന്ധപ്പെട്ട് 3 മസ്അല. ഒന്ന്, സുജൂദ് ചെയ്യണം. വസുജൂദുൻ മറത്തൈനി അലാ ഗൈരി മഹ്മൂലിൻ വതഹറക ബിഹർകതിഹി മഅ തൻഗീസിൻ തൻഗീസോടുകൂടെയാണ് സുജൂദ് ചെയ്യേണ്ടത്. തങ്കീസോടുകൂടെ സുജൂദ് ചെയ്യാന്നാണ് കീസുമായിട്ട് പിടിച്ച സുജൂദ് ചെയ്യാന്നല്ല. തങ്കീസ് പറഞ്ഞ കീക്കാൻ തൂക്കറിയും പഴയ കാലത്ത് അല്ലെ, കീക്കാൻ തൂക്കറിനില്ലേ? കീക്കാൻ തൂക്കറിയോ? നിങ്ങളൊക്കെ വെറുതെ വയസ്സന്മാരായതാണ്. കീക്കാൻ തൂക്ക് കേട്ടില്ലേ? കീക്കാൻ തൂക്ക് പറഞ്ഞാൽ മേലുള്ളത് താഴോട്ടാകുക, താഴെയുള്ളത് മേലോട്ടാകുക. അതിനെ കീക്കാൻ തൂക്ക് എന്നറിയാം. കീക്കാൻ തൂക്ക് അറിയില്ലേ? ഓക്കൊക്കെ അറിയില്ല കീക്കാൻ തൂക്ക്. ഉമ്മർദീനൊക്കെ വെറുതെ വയസ്സായതാന്ന് തോന്നുന്നു. വെറുതെ ഒരു തമാശക്ക് വയസ്സായി. ഏതായിരുന്നാലും പോട്ടെ. അപ്പൊ കീക്കാൻ തൂക്കാക്കണം. അതാണ് മഴ തങ്കീസിൽ എന്ന് പറയാ. അതായത് മേലുള്ളത് താഴെ, താഴെയുള്ളത് മേലെ. ഇങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്. ഞാൻ ഇനി കാണിച്ചതേ. അങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്. എങ്ങനെ? അവൻ ഉയർത്തണം അജീസതഹു, അവന്റെ അരക്കെട്ടിനെ അവൻ ഉയർത്തണം. വമാ ഹൗലഹാ, അരക്കെട്ടിന്റെ ചുറ്റുഭാഗത്തുള്ളതിനെ ഉയർത്തണം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിന്റെ ഭാഗം ഉയർത്തണം. ഏതിനേക്കാൾ? അലാ റഅസിഹി, അവന്റെ തലയേക്കാളും. വമൻകിബൈഹി, അവന്റെ 2 ചുമലിനേക്കാളും ഉയർത്തണം. അങ്ങനെ ഉയർന്നിട്ടില്ലെങ്കിലോ അത് സുജൂദായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. കാരണം അങ്ങനെ ഉയർത്തിയിട്ടാണ് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനി ഫലവിൻ അഖസ, ഇനി ഒരാൾ ഇതിന് എതിരെ പ്രവർത്തിച്ചാൽ, എതിരെ പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ അരക്കെട്ട് താഴെ, തലഭാഗം മേലെ, അങ്ങനെ ഒരാൾ സുജൂദ് ചെയ്താൽ അവല്ലെങ്കിൽ തസാവയാ, അരക്കെട്ടും മുതുകും തലയും സമമായിട്ട് സുജൂദ് ചെയ്താൽ ലം യുജ്സിഉഹു, അത് സുജൂദായിട്ട് പരിഗണിക്കൂല. അത് സുജൂദായിട്ട് പരിഗണിക്കൂല. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? അതായത് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതായത് സുജൂദ് ചെയ്യുമ്പോൾ, അതായത് അരക്ക് ഇങ്ങനെ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഖിബലക്ക് നേരെ തന്നെ തിരിയല്ലേ, ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങനെ പോകണം. ഇങ്ങനെ പോയിട്ട് ഞാൻ സുജൂദ് ചെയ്യുന്നില്ല കേട്ടാ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരണം. അതായത് തലഭാഗം ശരിയാകണില്ലേ സഫിയ? എന്ത് ശരിയാണ്ട്? ശരിയാകുന്നുണ്ടാ? അതായത് തലഭാഗം താഴെ, ഊരക്കെട്ടുണ്ടല്ലോ, ഈ ഊരക്കെട്ട് മുതുകിനെ 2 മുതുകിനേക്കാളും തലയേക്കാളും പൊന്തിയിട്ട് നിൽക്കണം. ഇങ്ങനെ പൊന്തിയിട്ട് നിൽക്കണം. തലഭാഗം താഴ്ന്നും നിൽക്കണം. ഇങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്. ഇതിനെതിരെ പ്രവർത്തിച്ചാൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എതിരെ പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ? ചില ആൾക്കാരുണ്ട് തട്ടിപ്പ് സുജൂദ്. അങ്ങനെ ഉണ്ട് തട്ടിപ്പ് സുജൂദ്. അതായത് ഒരു സ്റ്റൂൾ ഇവിടെ വെച്ചു, വെറുതെ ആവശ്യമല്ല, വെറുതെ ഒരു അസുഖമൊന്നുമില്ല. ഞാൻ പറഞ്ഞ അതിന് മസാല പറഞ്ഞത്, ഒരു കസാല ഇവിടെ വെച്ചു, ഇതിന്റെ മുകളിൽ നെറ്റി ഇങ്ങനെ വെച്ചിട്ട് സുബ്ഹാന റബ്ബിൽ അഅ്ലാ ബിഹംദിഹി സുബ്ഹാന റബ്ബിൽ അഅ്ലാ ബിഹംദിഹി സുബ്ഹാന റബ്ബിൽ അഅ്ലാ. അതാണ് വലവിൻ അഖസ എന്ന് പറഞ്ഞാൽ. എതിരെ പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? തല ഇങ്ങനെ പൊക്കുക, ഊരഭാഗം ഇങ്ങനെ താഴ്ത്തുക. അങ്ങനെ ചെയ്താൽ അവരുടെ സുജൂദ് സ്വഹീഹ അല്ല, സുജൂദ് സ്വഹീഹ അല്ല. അതുപോലെ തന്നെയാണ് സമമായിട്ട് നിൽക്കുക. സമമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാല് തലക്കണുണ്ട്, ഇവിടെ തലയണുണ്ട്, ആ തലയണിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. എന്നാ പിന്നെന്താവും? സമമായിട്ട് നിൽക്കും. അങ്ങനെ സമമായിട്ട് നിൽക്കണില്ലേ? മുതുകും തലയും ഈ 2 കോലത്തിലും സുജൂദ് ചെയ്താൽ അവരുടെ സുജൂദ് സ്വഹീഹ അല്ല. 2 കോലത്തിലും സുജൂദ് ചെയ്യാൻ. മനസ്സിലായോ? അപ്പൊ റെഡിയായാലോ? റെഡിയായി. റെഡിയായി അബ്ദുറഹ്മാൻ ഹാജി? എന്താ റെഡിയായത്?
അങ്ങനെ തന്നെ സുജൂദ് ചെയ്താൽ അതൊക്കെ ചില അപ്പൊ ഇന്നലെ കുട്ടിന്റെ പള്ളമ്മൽ സുജൂദ് ചെയ്താൽ സുജൂദ് സഹിയാകോ എന്ന് ചോദിച്ചോല് ആ വാദം ശരി തിരുത്തില്ലേ? കണ്ടെല്ലാം മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? കമന്റ് നോക്കട്ടെ, എല്ലാവർക്കും മനസ്സിലായോ? അള്ളാഹുവിനെ സ്വീകരിക്കണം. കോലം മനസ്സിലായോ? നോക്കി, ഈ മസ്അല മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. മനസ്സിലായോ? സംജു മനസ്സിലായോ? സംജു മനസ്സിലായി. ഏതായിരുന്നാലും പോട്ടെ, അവ മനസ്സിലായിട്ടില്ലേ? അവ അങ്ങനെ ചെയ്യണം. ഇനിയോ ഇൻകാന ബി ഇല്ലത്തുൻ, വല്ല കാരണങ്ങളും ഉണ്ടെങ്കിലോ ലാ യുംകിനു, അവനിക്ക് സൗകര്യമാകില്ല, മഹാദിനോടുകൂടെ അല്ലാതെ അസ്സുജൂദ് ഇല്ലാ കദാലിക, ഇപ്രകാരമല്ലാതെ അവനിക്ക് സുജൂദ് ചെയ്യാൻ കഴിയൂലെങ്കിലോ, അല്ലാതെ സ്റ്റൂളിന് ഊരല്ല, അസഖ്യമായ ഊരവേദനയാണ്, തല കുമ്പിട്ടാൽ അസാധ്യമായ തലവേദന വരും, അതല്ലെങ്കിൽ തല കുമ്പിട്ടാൽ പ്രയാസകരമായ രോഗം വരും, അല്ലെങ്കിൽ തന്റെ രോഗം ശിഫയാകുകയില്ല, തന്റെ രോഗം മാറാൻ സുഖപ്പെടാൻ പ്രയാസപ്പെടും. അങ്ങനെ വരുന്ന സമയത്തിൽ അവന്റെ തല പൊക്കുന്നതിന് കുഴപ്പമില്ല, തല സമമാകുന്നതിനും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? മനസ്സിലായില്ല? ഓക്കെ, മനസ്സിലായില്ലേ? അതാണ് ഒരാൾക്ക് അസഖ്യമായ രോഗമാണ്, രോഗം കാരണമായി ആ മനുഷ്യനിക്ക് മര്യാദയ്ക്കൊന്നും സുജൂദ് ചെയ്യാൻ കഴിയൂല, മര്യാദയ്ക്ക് സുജൂദ് ചെയ്യാൻ കഴിയൂല. അയാൾക്ക് സ്റ്റൂളിന്റെ മുകളിൽ തലവെച്ചിട്ടേ സുജൂദ് ചെയ്യാൻ കഴിയുള്ളൂ, എങ്കിൽ കുഴപ്പമില്ല. ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയൂല, അയാൾക്ക് തലയണന്റെ മുകളിലേ സുജൂദ് ചെയ്യാൻ പറ്റൂ, എന്നാലും കുഴപ്പമില്ല. നേരെ മറിച്ച് ഇതിനൊക്കെ കഴിയും. അതാണ് നെറ്റിത്തടം സുജൂദിൽ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ കഴിയും. അവന്റെ അരക്കെട്ട് തലയേക്കാൾ അതുപോലെ തന്നെ ചുമലിനേക്കാൾ പൊന്തിച്ചുകൊണ്ട് തന്നെ അവനക്ക് സുജൂദ് ചെയ്യാൻ കഴിയും. എന്നിരിക്കവേ സ്റ്റൂളിന്റെ മുകളിലും തലയണന്റെ മുകളിലും സുജൂദ് ചെയ്താൽ അവരുടെ സുജൂദ് സ്വഹീഹ് അല്ല. എന്താണുമ്മ നിങ്ങൾ സുജൂദ് ചെയ്യാത്തത്? എനിക്ക് തല മര്യാദക്കൊന്ന് കുമ്പിടാൻ കഴിയൂല, അല്ലെങ്കിൽ ഊര മര്യാദക്ക് വളയാൻ കഴിയൂല. ഉമ്മാമ നിങ്ങളെ സ്വർണ്ണ തെക്കണ അവിടെ വീണുക്കണു, എവിടെ? അതിന് കുമ്പിടും. നിസ്കരിക്കാൻ കുമ്പിട്ടൂടാ. ചില ആൾക്കാർ പറയുന്നത് കയ്യൊക്കെ ആദ്യം എങ്ങനെ പൊന്തീനി, ഇപ്പൊ ഇത്രേ പൊന്തുള്ളൂ. ആദ്യമൊക്കെ എന്റത് ഇങ്ങനെ പൊന്തീനി, ഇപ്പൊ എത്രേ പൊന്തുള്ളൂ? ഇപ്പൊ ഇത്രേ പൊന്തുള്ളൂ. എന്താന്നറിയില്ല മൊയിലാര്, ഇപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക്? അങ്ങനെ അത് പറ്റൂല. എല്ലാ സമയത്തിലും നമുക്ക് എന്താക്കാൻ പറ്റൂല, തല താഴ്ത്താൻ പറ്റൂല. അല്ലാഹുവിനെ സ്വീകരിക്കണം റബ്ബേ. ഒന്നാം മസ്അല അതാണ്. ഇനി രണ്ടാം മസ്അല എങ്ങനെയാണ്? അവന്റെ നെറ്റിത്തടത്തിന് അവൻ വെക്കണം, ഭൂമിയിൽ വെക്കണം. നെറ്റിത്തടത്തിൽ നിന്ന് അല്പത്തിന് വെക്കണം. തുറവടിയാക്കലോടുകൂടെ, തുറന്നുകൊണ്ടാണ് നെറ്റിത്തടം. നേരത്തെ നമ്മൾ പറഞ്ഞു, തുറവടിയാക്കലോടുകൂടെയാണ് നെറ്റിത്തടത്തിന് വെക്കേണ്ടത്. ഇനി കേട്ടോളി, അതിന്റെ മേലിലുണ്ടെങ്കിൽ, ഹായിൽ എന്നൊരു മറയുണ്ടെങ്കിൽ, കൈതുപോലെ കൈസാബത്തിൻ വെച്ചുകെട്ടൽ മോനോത്ത മറയുണ്ടെങ്കിൽ, ലം യസിഹ, അങ്ങനെ തന്നെ സുജൂദ് ചെയ്താൽ അത് സുജൂദ് സ്വഹീഹാകുകയില്ല. മനസ്സിലായോ? അതായത് വെച്ച് കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നല്ല കെട്ട് കെട്ടിയിട്ടുണ്ട്. ആ കെട്ടിന്റെ മേലെ സുജൂദ് ചെയ്താൽ അവരുടെ സുജൂദ് സ്വഹീഹല്ല, അവരുടെ സുജൂദ്. നേരെ മറിച്ച് ആ കെട്ട് നല്ല ശക്തിയായ മുറിവ് വന്നിട്ടുണ്ട്. ആ മുറിക്ക് വേണ്ടിയാണ് ആ കെട്ട് കെട്ടിയത്. ആ കെട്ട് അഴിച്ചു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങാൻ പ്രയാസപ്പെടും. അതല്ലെങ്കിൽ ആ കെട്ട് അഴിച്ചു കഴിഞ്ഞാൽ രക്തം വരും. അതല്ലെങ്കിൽ ആ കെട്ട് അഴിച്ചു കഴിഞ്ഞാൽ പഴുപ്പുണങ്ങുകയില്ല. അങ്ങനെ വന്നാൽ ആ കെട്ട് അഴിക്കണ്ട,
ആ കെട്ടിന്റെ മേൽ സുജൂദ് ചെയ്താൽ മതി. ആ സുജൂദ് കൊണ്ട് അങ്ങനെ സുജൂദ് ചെയ്താൽ ഫയസിഹു, അത് സഹിയാകുകയും ചെയ്യുന്നതാണ്. നേരെ മറിച്ച് ആ കെട്ടിനെ അഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിനൊക്കെ നമ്മൾ കെട്ടയച്ചിട്ടുണ്ട്. മോനെ ഫോട്ടോ എടുക്കണ്ടല്ലടാ, ഞാൻ ഇതൊന്ന് കഴിച്ചാട്ടെ, ആർക്കും കാണണല്ലേ എന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ കഴിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന്റെ ശേഷം അത് വെച്ചിട്ടുണ്ട്. നിസ്കരിക്കാൻ വേണ്ടിയോ ഭയങ്കര ബുദ്ധിമുട്ടും അത് കഴിക്കാൻ. അത് പറ്റൂല. എല്ലാ സമയത്തിലും അഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ കെട്ടിന്റെ മേൽ, അതായത് ഇതൊരു മുറിവായിട്ട് കെട്ടിയതാന്ന് കുട്ടിയോളി, മുറിവായിട്ട് കെട്ടിയതാന്ന് കുട്ടിയോളി. ഈ മുറിവോടുകൂടെയുള്ള ഈ കെട്ടിന്റെ മോൾ സുജൂദ് ചെയ്യാം, കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിൽ ഈ കെട്ട് അഴിക്കാൻ ശക്തിയായ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. ശക്തിയായ ബുദ്ധിമുട്ട് എന്നല്ല, ബുദ്ധിമുട്ടല്ല, ശക്തിയായ ബുദ്ധിമുട്ട്. മനസ്സിലായോ? ബുദ്ധിമുട്ടുണ്ടായ മാത്രമല്ല, ബുദ്ധിമുട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാവൂലേ? അത് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. എങ്ങനെ ബുദ്ധിമുട്ടാവും? അഞ്ഞിപ്പോ ഇങ്ങനെ കാക്കണ്ടേ, അങ്ങനെ ഇടങ്ങേറാണ്. അതല്ല, അത് അഴിച്ച ശക്തിയായ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് അഴിച്ചാൽ മുറിവ് ഉണങ്ങാൻ പ്രയാസപ്പെടും, അല്ലെങ്കിൽ ബ്ലഡ് വരും, അതല്ലെങ്കിൽ പഴുപ്പ് അവിടെ ഇങ്ങനെ എന്നൊന്ന് നിലനിൽക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് അഴിക്കണ്ട. നേരെ മറിച്ച് അതൊന്നും അഴിച്ചാലൊന്നും പ്രയാസമൊന്നുമില്ല. അത് കുറച്ചൊന്നും ഇങ്ങനെ പൊന്തിച്ചു വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. പൊന്തിച്ച് കുറച്ച് വെച്ചത് കൊണ്ട് കുഴപ്പമില്ല. കെട്ടിനൊന്നും ഒരിളക്കം വരൂല. മുറിവ് ഉണങ്ങുന്നതിന് പ്രയാസപ്പെടും. എന്നാലോ അത് പൊന്തിക്കുകയും വേണം, നിർബന്ധമായിട്ട് പൊന്തിക്കണം. ഇല്ലെങ്കിൽ ആ സുജൂദ് സഹിയല്ല. ഇതാണ് രണ്ടാം മസ്അല. അപ്പൊ ഒന്നാം മസ്അല എന്താണ്? മുതുകിനെ അരക്കെട്ടിനെ, പിന്നെ മുതുകിനേക്കാളും അരക്കെട്ടിനെ ചുമലിനേക്കാളും തലയേക്കാളും പൊന്തിച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. 2, നെറ്റിത്തടത്തിൽ മുറിവ് കാരണമായിട്ട് വല്ലതും വെച്ച് കെട്ടിയാൽ ആ വെച്ചുകെട്ടിയതിന്റെ മേൽ സുജൂദ് ചെയ്താൽ സ്വഹിയാകുന്ന കോലമുണ്ട്, സ്വഹിയാവാത്ത കോലമുണ്ട്. സ്വഹിയാകുന്ന കോലം എങ്ങനെയാണ്? ആ കെട്ട് നീക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കെട്ട് നീക്കാൻ പറ്റൂല, നല്ല ശക്തി ആരോഗ്യമാണ് എങ്കിൽ ആ കെട്ട് നീക്കണ്ട, അത് അങ്ങനെ തന്നെ സുജൂദ് മതി. ഇനി കെട്ട് നീക്കിയാൽ കുഴപ്പമൊന്നുമില്ല, രോഗമൊക്കെ മാറും, കുഴപ്പമൊന്നുമില്ല, ഒക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് ഇങ്ങനെ കുറച്ച് പൊന്തിച്ച് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല, എന്നാൽ അത് പൊന്തിച്ചുകൊണ്ട് തന്നെ സുജൂദ് ചെയ്യണം. മനസ്സിലായില്ലേ? മരോളെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പൊന്തിച്ച് ചോളി, പിന്നെ എന്താക്കിയോളി, വേഗം തന്നെ താത്തിയോളി. കാരണം മരോളെ വീട്ടാൽ വരും, കണ്ടാൽ പോട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. ഇനി ഇതാണ് രണ്ടാമത്തേത്. എത്ര സമയത്ത്? 7:52, 8 മണിക്കെങ്കിലും മരണ വീട്ടിലേക്ക് പോകണം. ഒരൊറ്റ മസ്അല, അത് പ്രധാനപ്പെട്ട മസ്അലയാണ്. അതായത് നെറ്റിത്തടം ഭൂമിയിലങ്ങ് വെച്ചാൽ പോരാ. ചില ആളുകൾ തൊട്ടില്ല എന്നുള്ള നിലക്കട വെക്കും, വെച്ചാൽ പോരാ. പിന്നെ എങ്ങനെ വെക്കണം? നാളെ പറയാം ഇൻഷാ അല്ലാഹ് പറയും. ഈ 2 മസ്അലയും മനസ്സിലായോ? മറുദിനൊക്കെ 2 മസ്അല മനസ്സിലായില്ലേ? ഒഴുകി പോവില്ലല്ലോ. അല്ലാഹു തൗഫീഖ് നൽകണം റബ്ബേ. ഈ 2 മസ്അലയും മനസ്സിലായിരുന്നു. കൈബന്ധിച്ചേ, അൽഹംദുലില്ലാഹ്. ലൈവിൽ കൈബന്ധിച്ചേ. സഹോദരൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തിനെന്നറിയോ? ഒന്നിനല്ല, പഠിച്ചോൻ ആ മൂല്യാർക്ക് ഈമാൻ കൊടുക്കണേന്നും ആ മൂല്യാർക്ക് ഇൽമ കൊടുക്കണേന്നും ആ മൂല്യാർ പഠിച്ച കാര്യം ഞങ്ങൾക്കും പഠിപ്പിച്ചു തരാൻ അയാൾക്ക് തൗഫീഖ് കൊടുക്കണേന്നും ഈ 3 കാര്യത്തിന് നിങ്ങൾ ദുആ ചെയ്താൽ മതി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഇനി ഖബൂൽ ചെയ്യണം. അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാൻ